ഫിനിക്സ് ഫ്രണ്ട്സ് ടൈമിനോട് ഏവർക്കും സ്വാഗതം. സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് ICC T20 വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് അവിടെ സൂപ്പർ 8-ലെ രണ്ടാമത്തെ മത്സരമായിരുന്നു ഇന്ന് നടന്നത്. അടുത്ത ഇന്ത്യയുടെ മത്സരമുണ്ട്. ഇന്ത്യക്ക് വേണ്ടി വെസ്റ്റ് ഇൻഡീസിനെ സൗത്ത് ആഫ്രിക്ക തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. 9 വിക്കറ്റിന്റെ വിജയം. 9 വിക്കറ്റിന്റെ വിജയം എന്ന് മാത്രമല്ല, നല്ല റൺ റേറ്റ് ആണ്. കാരണം 16 പോയിന്റ് ഓരോ ഓവറിലാണ് അവര് ഇത് അടിച്ചെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് 176 റൺസിന് 20 ഓവർ 176, 8 വിക്കറ്റ് നഷ്ടത്തിലാണ് അവർ നേടിയത്. മറുപടി ബാറ്റ് ചെയ്ത നമ്മുടെ സൗത്ത് ആഫ്രിക്ക 16 പോയിന്റ് ഓരോ ഓവറിൽ 177 1 വിക്കറ്റ് നഷ്ടത്തിൽ 9 വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് കരസ്ഥമാക്കിയത്. നമുക്ക് നോക്കാം, കളിയോട് നോക്കാം. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് തുടക്കത്തിലെ തന്നെ നമ്മുടെ വെസ്റ്റ് ഇൻഡീസിന്റെ മിക്കവരും കൂടാരം കയറിയായിരുന്നു. അവര് 2.5 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടമായി. 3.6 ഓവറിൽ 43-ന് 4, 6.3 ഓവറിൽ 60-5, അതേപോലെ തന്നെ 71-ന് 6, 83-ന് 7, 10.2 ഓവറിൽ 83-ന് 7 എന്ന ദയനീയമായ ഒരു നിലയിലായിരുന്നു നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് ഉണ്ടായിരുന്നത്. അപ്പം ഹോൾഡറും ഷെപ്പേർഡും വന്നു, എന്നാലും കളിച്ചാലും ഒരു മാക്സിമം പോയാൽ ഒരു 130-140 റണ്ണെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഞാൻ അങ്ങനെയാ കളി കണ്ടപ്പോൾ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഹോൾഡറും ഷെപ്പേർഡും കൂടെ കളി കൊണ്ടേ കേട്ടോ. അവർ രണ്ടുപേരും കൂടെ അടിച്ച് നമ്മുടെ ഹോൾഡർ 31 ബോളിൽ 49 റണ്ണാണ് അടിച്ചത്. ലാസ്റ്റ് ഓവറിൽ റൺഔട്ട് ആകുകയായിരുന്നു. 4 4-ഉം 3 6-ഉം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഷെപ്പേർഡ് 37 ബോളിൽ 52 റണ്ണ്, 3 4-ഉം 4 6-ഉം. അവസാന ബോളിലാണ് അദ്ദേഹം 50 തികച്ചത്. പിന്നെ നമ്മുടെ വേറെ ആരും അവർക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല. ബൗളിങ്ങില് നമ്മുടെ റബാഡ 4 ഓവറിൽ 22-ന് 2 മികച്ച പ്രകടനമായിരുന്നു ബൗളിങ്ങിൽ കാഴ്ചവെച്ചത്. അപ്പം തുടർന്ന് ബാറ്റിംഗ് ആരംഭിച്ച സൗത്ത് ആഫ്രിക്ക ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കളി ജയിക്കുമോ, ഇന്ത്യക്ക് വേണ്ടിയിട്ട് നല്ല പ്രകടനം നടക്കുമോ, അതോ തോക്കുമോ? കാരണം വെസ്റ്റ് ഇൻഡീസ് നല്ല ഫോമിലാണ്, അതുകൊണ്ടായിരുന്നു ഈ പേടി ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന, വെസ്റ്റ് ഇൻഡീസിനെ എങ്ങനെയെങ്കിലും സൗത്ത് ആഫ്രിക്ക തോപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കുമോ? ഇന്ത്യയുടെ നമ്മൾ പ്രാർത്ഥിച്ച് ചിലപ്പോൾ കേൾക്കാണ്ടിരിക്കും. പക്ഷെ മറ്റൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ, സൗത്ത് ആഫ്രിക്ക എന്ന രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അത് കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത് കേട്ടു, വെറുതെ കേട്ടതല്ല, നല്ല തകർപ്പനായിട്ട് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാല് മാർക്കറം ക്യാപ്റ്റൻ, മാൻ ഓഫ് ദ മാച്ചും നമ്മുടെ ക്യാപ്റ്റനാണ്. 46 ബോളിലാണ് 82 റൺ അടിച്ചത്, 7 4-ഉം 4 6-ഉം. അതേപോലെ തന്നെ ഡീകോക്ക് 24 ബോളിൽ 47 റണ്ണ്, അതിൽ 4 4-ഉം 4 6-ഉം ഉണ്ട്. മികച്ച പ്രകടനമായിരുന്നു. അർഹതപ്പെട്ട 50 അദ്ദേഹത്തിന് നഷ്ടമായത്. അതുപോലെ തന്നെ റിയാൻ 28 ബോളിൽ 45 റണ്ണ്, 4 4-ഉം 2 6-ഉം. ഇത് നേടി 16 പോയിന്റ് ഓരോ ഓവറിലാണ് ഈ 177 റൺസ് അടിച്ചു കൂട്ടിയത്. അവർക്ക് വേണ്ടി എല്ലാവരും തല്ല് മേടിച്ചു. വെസ്റ്റ് ഇൻഡീസിന്റെ എല്ലാവരും തല്ല് മേടിച്ചു എന്ന് തന്നെ പറയാം. അതേപോലെ നമുക്ക് ഇന്ത്യയുടെ ഗ്രൂപ്പ് ഒന്ന് നോക്കാം കേട്ടോ. ഗ്രൂപ്പിൽ ഇപ്പം സൗത്ത് ആഫ്രിക്ക 2 കളിയിൽ നിന്ന് 4 പോയിന്റോടെ +2 ആണ് നെറ്റ് റൺ റേറ്റ് ഉള്ളത്. നമ്മുടെ വെസ്റ്റ് ഇൻഡീസിന്റെ റൺ റേറ്റ് കുത്തനെ ഇടിഞ്ഞു കേട്ടോ. +1 1.79 ആണ്. നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ +2 2.89. അപ്പോൾ ഇന്ത്യക്ക് മൈനസാണ്. ഇന്നത്തെ വിജയം ഒരു മോശമില്ലാത്ത രീതിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പോയിന്റ് ടേബിളിന് മേളിലോട്ട് കയറാവുന്നതാണ്. സിംബാബ്വെ ആണെങ്കിലും ആരാണെങ്കിലും പോയിന്റ് ടേബിളിന് മേളിലോട്ട് പോകും. റൺ റേറ്റ് ഇപ്പം നമ്മുടെ വെസ്റ്റ് ഇൻഡീസിന്റെ താഴെയാണെങ്കിലും +1 ഉണ്ട് അവർക്ക്. അതുകൊണ്ട് എന്തായാലും കിടിലൻ കളിയായിരുന്നു കളിച്ചത് ഇന്ത്യ. അതേപോലെ നല്ല പ്രകടനം കാഴ്ചവെക്കട്ടെ, ഇന്ത്യ ജയിച്ചു വരട്ടെ. സൗത്ത് ആഫ്രിക്ക വലിയൊരു കയ്യടിയുണ്ട്. കാരണം ഇത്രയൊക്കെ അവരെ തകർത്ത് തരിപ്പണമാക്കിയതിന് പറയാനൊന്നുമില്ല. കളി കണ്ട നമ്മൾ ഞെട്ടി എന്ന് പറയാം, ഞെട്ടി തരിച്ചു പോയി എന്ന് പറയും. എന്നാ അടിയ, ഇങ്ങമാതിരി അടി, ഒന്നും പറയാനില്ല. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്ത്യയുടെ കളി കണ്ട് ഇന്ത്യ വിജയിച്ചിട്ട് വരട്ടെ എന്ന് ആഗ്രഹത്തോടെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.